പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലെങ്കിൽ ഞാൻ വിട്ടുപോയതായിരിക്കും. അതായത് നീ ഇതൊക്കെ എന്റെ പേരിലേക്ക് എഴുതി തരുമ്പോ ഞാനും എഗ്രിമെന്റ് എഴുതി നിനക്ക് തരും. ആ മുദ്രപത്രത്തിലെ വാക്കുകൾ ഇങ്ങനെയായിരിക്കും: പത്മയും ജഗന്നാഥനും തമ്മില് യാതൊരുവിധ മോശമായ ബന്ധങ്ങളും ഇല്ലായിരുന്നുവെന്നും അതൊക്കെ പത്മയെ ഇവിടുന്ന് ഓടിക്കാനും ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാനും ഞാൻ കെട്ടിച്ചമച്ച കള്ളക്കഥകളാണെന്നും നീ അവന്റെ മകള് തന്നെയാണെന്നും അതില് ഒരു സംശയവും വേണ്ടാന്നും ആ എഗ്രിമെന്റിൽ ഞാൻ വ്യക്തമായിട്ട് എഴുതും. ഞാനീ ചെയ്തതിനൊക്കെ പ്രതാപൻ എനിക്ക് മാപ്പ് തരണമെന്നും കൂടി അതിലെഴുതും. അപ്പോ അച്ഛൻ നിങ്ങളെ തെറ്റിദ്ധരിക്കില്ലേ? തെറ്റിദ്ധരിച്ചോട്ടെ, പക്ഷേ അവനെന്നെ ഇറക്കിവിടാൻ പറ്റില്ലല്ലോ. കാരണം അപ്പോഴേക്കും ഈ വീടും പറമ്പും ഒക്കെ എന്റെയിലല്ലേ. ഈ ഐഡിയ കൊള്ളാം. അച്ഛന് സത്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്താൻ ഇതേ ഉള്ളൂ മാർഗം. എല്ലാം ഇവരുടെ ചതിയാണെന്ന് അച്ഛൻ മനസ്സിലാക്കും. ഇവരടിച്ച് പുറത്താക്കുകയും ചെയ്യും. നീ എന്തു പറയുന്നു? ഞാൻ ചെറിയമ്മയോട് കൂടി ഒന്ന് ആലോചിക്കട്ടെ. ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞ എഗ്രിമെന്റ് അല്ലേ? പ്രതാപനോട് ഞാൻ പറയുന്ന കുറ്റസമ്മതമായിട്ടാ അതിലെഴുതിയിരിക്കുന്നേ. മോള് വായിച്ചു നോക്ക്. അത് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പ്രതാപൻ വന്നാലുടനെ മോൾ ഈ എഗ്രിമെന്റ് കൊടുത്ത് അവനോടെല്ലാം പറയണം. അപ്പോ അവൻ എന്നെ വിളിക്കും. അവന്റെ കാലി വീണ് മാപ്പ് പറഞ്ഞ് ഞാൻ എല്ലാം പറഞ്ഞോളാം. ഇത് അംബിക എഴുതുന്ന എഗ്രിമെന്റ് അല്ലേ? അതെ ചെറിയമ്മ. പക്ഷെ ഇത് ഭദ്രമായിട്ട് സൂക്ഷിക്കണം. അംബിക ആള് അവരാണ് എഴുതി തന്നെങ്കിലും വേണ്ടി വന്നാ മോഷ്ടിച്ചോണ്ട് പോയിക്കളയും. ചെറിയമ്മ, ചെറിയമ്മയുടെ റൂമിലെ ഷെൽഫിലാണെങ്കിൽ ഭദ്രമായിട്ട് ഇരുന്നോളൂ. അംബിക അവിടെ കയറില്ല. ഈ എഗ്രിമെന്റില് അവരെല്ലാം തുറന്നു എഴുതിയിട്ടുണ്ടല്ലോ. ഇത് വായിച്ചു കഴിഞ്ഞാ പ്രതാപേട്ടൻ പൊട്ടിക്കരഞ്ഞോണ്ട് എടുത്തിട്ട് അടുത്തേക്ക് ഓടും മാപ്പ് ചോദിക്കാൻ. ഒരു കാര്യം ഉറപ്പാ, ഈ എഗ്രിമെന്റ് ഒരു മാപ്പപേക്ഷ കൂടിയാ. ഇത് വായിച്ച ആ നിമിഷം പ്രതാപേട്ടൻ അംബികയെ അടിച്ചു പുറത്താക്കും. പക്ഷേ അവര് പ്രോപ്പർട്ടി തിരിച്ചെഴുതി കൊടുക്കുന്ന എന്റെ പേടി. അതൊക്കെ പ്രതാപേട്ടൻ മേടിക്കും. ഇടഞ്ഞ പ്രതാപേട്ടൻ ഒതുക്കിക്കളയും. എല്ലാം കൈവിട്ടു പോയി. പ്രതീക്ഷകളെല്ലാം വടികുത്തി പിരിഞ്ഞു. സർവവും സ്വാഹ. എനിക്കൊന്നും മനസ്സിലായില്ല. ജേട്ട കാര്യം പറഞ്ഞേ. പ്രിയേ, ഋതുമോള് സ്വത്തുക്കളെല്ലാം അംബികയുടെ പേര് എഴുതി കൊടുത്തു. മാത്രമല്ല രാജ്മോള് ഹൃദയം എന്നേക്കുമായി പിരിയാണെന്ന്. അല്ലെങ്കിൽ തന്നെ അവര് തമ്മിൽ യോജിക്കണമെന്ന് ഇവിടെ ആര് പറഞ്ഞു? അവളെ ഇനി എന്റെ ആങ്ങളേക്ക് വേണ്ട. നീ എന്തൊക്കെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത്? ഇനി അവളൊരു പൊന്മുട്ടയിടുന്ന താറാവല്ലായിരുന്നു.
എടി അളിയൊരു കോടീശ്വരല്ലായിരുന്നു. അതിന്ന് ഒരു 4-5 കോടി രൂപ സ്ത്രീധന തുകയും വാങ്ങിക്കൊണ്ട് ഇവിടെ നിന്ന് മാറാതിരുന്നല്ലേ നമ്മളെ കഴിഞ്ഞിരുന്നത്. ഇതിപ്പം അവര് തമ്മിൽ തെറ്റുകയും ചെയ്ത് ഋതുമോള് പ്രോപ്പർട്ടിയിൽ എഴുതി കൊടുക്കുകയും ചെയ്തു. ഇനി നമുക്ക് കോടീശ്വരം എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. അല്ലെങ്കിൽ അവളുടെ വീട്ടിലെ കാശുകൊണ്ടൊന്നും നമുക്ക് കോടീശ്വരന്മാരാവണ്ട. പിന്നെ ഇങ്ങനെ നമ്മളെ വീടിന്റെ ബാക്കി പണി തീർക്കും. ഇലക്ഷന്റെ കാശ് കെട്ടിയെടുത്തോണ്ട് പാർക്ക് വരെ കഴിയും. ഇനിയിപ്പോ എന്തോ ചെയ്യും? വീടിനോട് ചേർന്ന് സ്വിമ്മിംഗ് പൂള് പണിയണം എന്നല്ലായിരുന്നു അതിന്റെ ആശ. ഹും, എനിക്ക് നീന്തി കുളിക്കണം. അതിന് അമ്പലക്കുളത്തിൽ പോകാൻ പറ്റുമോ? എടി ഇവിടെ നിന്ന് ഇനി 10 രൂപ കിട്ടണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. ഇവിടെ നിന്ന് നിന്റെ ഷെയർ തരാൻ പറയണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഈ വീടിന്റെ പണി നിർത്താൻ നമുക്കിടന്ന് മാറാം. ആ പെണ്ണ് കൂടി പോയ സ്ഥിതിക്ക് ഈ വീടിപ്പോ ഒരു ദരിദ്ര വിലാസ ദയനീയ ഭവനം. അതിന് അവളുടെ ചെലവിലല്ലല്ലോ നമ്മൾ ആരും ജീവിച്ചേ. എന്നാലും കുറച്ച് കോടികൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് നിനക്ക് കൊണ്ടായിരുന്നു. അപ്പം ഇനി എന്ത് ചെയ്യും ചേട്ടാ? ഷെയർ ചോദിക്കുക തന്നെ. ഒരു കാര്യം ചെയ്, ജയേട്ടൻ ഷെയർ ചോദിച്ചാ മതി. ഞാനാ? നിന്റെ അച്ഛൻ പിടിച്ചിട്ട് എന്നെ ഇടിക്കും. അതൊന്നുമില്ല. ഷെയർ തന്നില്ലെങ്കിൽ എന്നെയും കൊച്ചിനെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞാ മതി. ഞാനിവരുടെ കൂടെ ഒട്ടി നിൽക്കാം. അതൊരിക്കലും ശരിയാവില്ല. അവിടെ നിൽക്കാൻ പറ്റും.